ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ടു അവർ ക്ലാസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഗ്രി ലെവൽ പ്രിലിംസ് അല്ലെങ്കിൽ മെയിൻസ് ഓറിയന്റ് ചെയ്തിട്ടുള്ള കണക്റ്റഡ് പോയിന്റ്സുമായിട്ടാണ്. അപ്പം നമുക്കറിയാം, സാധാരണ രീതിയിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടത്തില്ല, ഡിഗ്രി ലെവൽ പ്രിലിംസ് GK പോർഷനിൽ നല്ല ടൈറ്റ് കണ്ടന്റ്സ് ആണ്. സോ അതുകൊണ്ട് നമ്മൾ ഓരോ ചോദ്യ പേപ്പർ എടുത്തിട്ട് അതുമായി ബന്ധപ്പെട്ട കണക്റ്റഡ് പോയിന്റ്സ് കൃത്യമായിട്ട് നിങ്ങൾ അതിന്റെ ഏരിയാസ് പഠിക്കണം. അല്ലാതെ സിലബസ് മാത്രം നോക്കിയിരുന്നു കഴിഞ്ഞാൽ നമ്മൾ സിലബസ് 10 പ്രാവശ്യം പഠിച്ചാലും നമുക്കൊന്നും മാർക്ക് കൂടത്തില്ല. ഏത് രീതിയിലാണ് PSC ചോദിക്കുന്നതെന്ന് വ്യക്തമായിട്ട് അറിയാതെ പഠിക്കുന്നത് കൊണ്ടാണ് പലരും ഇപ്പോഴും ആ ലെവലിൽ തന്നെ നിൽക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട റീസൺ. അതുപോലെ തന്നെ ഏത് സോഴ്സിൽ നിന്നാണ് വന്നത് എന്നിട്ടുള്ള കാര്യവും കൃത്യമായിട്ട് അറിയണം. എങ്കിൽ മാത്രമേ, അതായത് നമ്മൾക്കൊരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ അതുമായി ബന്ധപ്പെട്ട പോയിന്റ്സ് അതിനകത്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് വിശ്വസിക്കാം ആ ടോപ്പിക്കിൽ നിന്നിട്ടാണ് അല്ലെങ്കിൽ ആ ഒരു സോഴ്സിൽ നിന്നിട്ടാണ് വന്നത് എന്നിട്ടുള്ള കാര്യം, അല്ലെ? അപ്പം അതൊക്കെ അറിഞ്ഞിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഓരോ ദിവസവും കോമ്പറ്റീഷൻ ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളും നന്നായിട്ട് അതിനനുസരിച്ച് വർക്ക് ചെയ്യുക. കാരണം നമ്മൾ എല്ലാവരുടെയും തീവ്രമായിട്ടുള്ള ഒരു ആഗ്രഹമാണ് ഗവൺമെന്റ് ജോബ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതിനനുസരിച്ചുള്ള പ്രിപ്പറേഷൻസ് നല്ല രീതിയിൽ എടുക്കുക. പല രീതിയിലുള്ള പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും ഒക്കെ നമ്മുടെ ലൈഫിൽ ഉണ്ടാകും. അതിനെല്ലാം അവഗണിച്ച് മുന്നോട്ട് പോയി ഫൈനൽ ഡെസ്റ്റിനേഷൻ എത്തി പരീക്ഷ എഴുതി കഴിയുമ്പോൾ മാത്രമേ ആ ജോലി നമ്മളുടെ ആവാനുള്ള ആ ഒരു തീരുമാനത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റത്തുള്ളൂ. സോ അതെല്ലാം ആ ഓരോ ചവിട്ടുപടികളെയും ഓരോ പ്രതിസന്ധികളെയും നമ്മൾക്കുള്ള കിരീടമായിട്ട് വേണം കണ്ടുകൊണ്ട് മുന്നോട്ട് പോവാൻ. അല്ലാതെ വേറെ വഴിയൊന്നും ഇല്ലാതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. വൈക്കം സത്യാഗ്രഹത്തെ കുറിച്ച് താഴെ പറയുന്ന വസ്തുതകൾ ഏതൊക്കെയാണ് ശരി? വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് EV രാമസ്വാമി നായ്ക്കർ അറസ്റ്റിലായി. 1924 വെള്ളപ്പൊക്ക സമയത്തും വൈക്കം സത്യാഗ്രഹം തുടർന്നു. നിയമസഭ 1925 ഫെബ്രുവരി 7 വോട്ട് ചെയ്തു. 22 പേരെ പിന്തുണച്ചു, 21 പേരെ നിരസിച്ചു. ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഈ ചോദ്യങ്ങളൊക്കെ നമ്മൾ ഫസ്റ്റ് പോയിന്റ് കേട്ടിട്ടുണ്ടായിരിക്കും, രണ്ടാമത്തെയും മൂന്നാമത്തെയും പോയിന്റ് അറിയത്തില്ല. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആ ഒരു രീതിയിൽ കൃത്യമായിട്ട് ആൻസർ അറിയാം എന്നിട്ടുള്ള രീതിയിലേക്ക് പറ്റുള്ളൂ. ഓപ്ഷൻ D എന്ന് പറഞ്ഞിരിക്കുന്നത് 1, 2, 3 ആയതുകൊണ്ട് നമ്മൾ ഗസ് വർക്ക് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടുപോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം കണ്ടന്റ് ഡീപ്പായിട്ട് അറിഞ്ഞെങ്കിൽ മാത്രമാണ് ഇവിടെ നമ്മൾക്ക് കറക്റ്റ് കുത്തലുകളൊക്കെ പറ്റുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് മുന്നോട്ട് പോവാം. കോട്ടയം ജില്ലയിലെ വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ സമീപത്തുള്ള റോഡുകളിൽ പോലും അവർണ ഹിന്ദുക്കൾക്ക് പ്രവേശനം ഇല്ലായിരുന്നു. അവർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കാനാണ് വൈക്കം സത്യാഗ്രഹം സംഘടിപ്പിച്ചത്. വൈക്കം സത്യാഗ്രഹം എന്തിനു വേണ്ടിയിട്ടുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? സഞ്ചാര സ്വാതന്ത്ര്യം. സമീപത്തുള്ള റോഡുകളിൽ പോലും അവർണ ഹിന്ദുക്കൾക്ക് പ്രവേശനമില്ലായിരുന്നു. അയിത്താചാരത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സത്യാഗ്രഹം ആണ് ഇത്. അയിത്താചാരത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സത്യാഗ്രഹം, അതൊക്കെ നമുക്കറിയാം. വൈക്കം സത്യാഗ്രഹം സംഘടിപ്പിക്കുന്നതിന് മുൻകൈ എടുത്ത നേതാവാണ് TK മാധവൻ എന്ന് പറയുന്നത്. ആ 3 പോയിന്റും പരീക്ഷയ്ക്ക് റിപ്പീറ്റ് ആയിട്ട് വരുന്ന ബേസിക് പോയിന്റ് ആണ്, അതൊന്നും കുഴപ്പമില്ല. കാക്കനാട് കോൺഗ്രസ് നമുക്കറിയാം. അയിത്തോച്ചാടന ദുരിതങ്ങളെ കുറിച്ച് TK മാധവൻ നടത്തിയ നിവേദന പ്രകാരം കോൺഗ്രസ് കമ്മിറ്റികൾ അയിത്തോച്ചാടനം പ്രധാന വിഷയമായി എടുത്ത് പ്രവർത്തിക്കണമെന്ന പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. 1923 കാക്കനാട് കോൺഗ്രസ് സമ്മേളനത്തിൽ കേരളത്തിലെ അയിത്തോച്ചാടനത്തിന്റെ ദുരിതങ്ങളെ കുറിച്ച് TK മാധവൻ നടത്തിയ നിവേദന പ്രകാരം കോൺഗ്രസ് കമ്മിറ്റികൾ അയിത്തോച്ചാടനം പ്രധാന വിഷയമായി എടുത്ത് പ്രവർത്തിക്കണമെന്ന് പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. ഇത് പ്രകാരം ഈ ഒരു ഡേറ്റ് ഓർത്ത് വെച്ചേക്കണം. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി 1924 ജനുവരി 24, രണ്ടും 24 ജനുവരി മാസം ഓർത്ത് വെച്ചാൽ മതി. എറണാകുളത്ത് യോഗം ചേർന്ന് അയിത്തോച്ചാടന നടപടികൾ ആസൂത്രണം ചെയ്തു. അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. അതായത് ഈ കാക്കിനാട കോൺഗ്രസ് സമ്മേളനത്തിനോടനുബന്ധിച്ചിട്ടാണ് ഈ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഏത് ഡേറ്റില് 24 ജനുവരി 24 എറണാകുളത്ത് യോഗം ചേർന്ന് അയിത്തോച്ചാടന നടപടികൾ ആസൂത്രണം ചെയ്തു. അയിത്തോച്ചാടന സമിതിക്ക് ഫെബ്രുവരിയിൽ രൂപം നൽകുകയും മാർച്ച് 30 സത്യാഗ്രഹം ആരംഭിക്കുകയും ചെയ്തു. അപ്പം അയിത്തോച്ചാടന സമിതിക്ക് രൂപം കൊണ്ടത് ഫെബ്രുവരിയിലാണ്. ഏത് ദിവസം സത്യാഗ്രഹം ആരംഭിച്ചു? മാർച്ച് 30. അപ്പൊ ഈ മാർച്ച് 30 റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നതാണ്. ഈ അയിത്തോച്ചാടന സമിതി രൂപം കൊണ്ടു ഫെബ്രുവരിയിലാണ്, 1924 ഫെബ്രുവരി എന്ന് ഓർത്തിച്ചാൽ മതി. ഇനി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി 1924 ജനുവരി 24 എറണാകുളത്ത് യോഗം ചേർന്ന് അയിത്തോച്ചാടന നടപടികൾ ആസൂത്രണം ചെയ്തു. ഇപ്പൊ എവിടെ വെച്ചിട്ടാണ് യോഗം ചേർന്നത്? കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി എന്ന് ചോദിക്കുമ്പോൾ ഏത് വേണം പറയാൻ വേണ്ടിയിട്ട്? എറണാകുളത്ത്. ഡേറ്റ് 24 ജനുവരി 24.
ഇനി വൈക്കം സത്യാഗ്രഹം തുടങ്ങുമ്പോൾ തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് ശ്രീമൂലം തിരുനാൾ രാജാവായിരുന്നു. എന്നാൽ കുറച്ചു കാലത്തിനകം അദ്ദേഹം അന്തരിച്ചതിനാൽ സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ റീജന്റ് റാണിയുടെ ഭരണമായിരുന്നു. അപ്പൊ വൈക്കം സത്യാഗ്രഹം തുടങ്ങിയപ്പോൾ ശ്രീമൂലം തിരുനാൾ ആയിരുന്നു രാജാവ് എന്ന് പറയുന്നത്. എന്നാൽ അദ്ദേഹം അന്തരിച്ചതിനാൽ റീജന്റ് റാണിയുടെ ഭരണമായിരുന്നു പിന്നീട്. ടി കെ മാധവൻ, കെ കേളപ്പൻ, കെ പി കേശവമേനോൻ, എ കെ പിള്ള, കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്, ജോർജ് ജോസഫ്, ടി ആർ കൃഷ്ണസ്വാമി അയ്യർ എന്നിവരുടെ നേതൃത്വത്തിലാണ് സത്യാഗ്രഹം ആരംഭിച്ചത്. അപ്പൊ ഇത് ബുക്കിനകത്തേക്ക് ഷോർട്ട് നോട്ടായിട്ട് നോട്ട് ചെയ്ത് വെച്ചിരിക്കണം. ടി കെ മാധവൻ, കെ കേളപ്പൻ, കെ പി കേശവമേനോൻ, എ കെ പിള്ള, കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്, ജോർജ് ജോസഫ്, ടി ആർ കൃഷ്ണസ്വാമി അയ്യർ എന്നിവരുടെ നേതൃത്വത്തിലാണ് സത്യാഗ്രഹം ആരംഭിച്ചത്. ഓരോ ദിവസവും സവർണരും അവർണരുമായ 3 പേർ അവർണർക്ക് പ്രവേശനമില്ല എന്നെഴുതിയ ബോർഡിന്റെ പരിധി ലംഘിച്ച് ക്ഷേത്രത്തിലേക്ക് പോവുക എന്നതായിരുന്നു സമരമുറ എന്ന് പറഞ്ഞു. ഓരോ ദിവസവും സവർണരും അവർണരുമായ 3 പേർ അവർണർക്ക് പ്രവേശനമില്ല എന്നെഴുതിയ എത്ര പേര് പോകണം? 3 പേര്. ആരൊക്കെ പോണം? സവർണരും അവർണരുമായ 3 പേർ. നാളെ പരീക്ഷയ്ക്കകത്തുണ്ടായിരുന്നു സവർണരും അവർണരും ഈ ഒരു ഇതിനകത്ത് പങ്കെടുത്തിട്ടുണ്ടോ എന്നിട്ടൊരു ചോദ്യം വന്നിട്ടുണ്ട്. സവർണരും അവർണരുമായ 3 പേർ അവർണർക്ക് പ്രവേശനമില്ല എന്നെഴുതിയ ബോർഡിന്റെ പരിധി ലംഘിച്ച് ക്ഷേത്രത്തിലേക്ക് പോവുക എന്നതായിരുന്നു സമരമുറ. ആദ്യത്തെ ദിവസത്തെ സത്യാഗ്രഹികൾ ഗോവിന്ദ പണിക്കർ എന്ന നായർ സമുദായ അംഗവും കുഞ്ഞപ്പി എന്ന പുലയ സമുദായ അംഗവും ബാഹുലയൻ എന്ന ഈഴവ സമുദായ യുവാവും ആയിരുന്നു. അപ്പം ആദ്യ ദിവസത്തെ സത്യാഗ്രഹികളുടെ പേര് ഗോവിന്ദ പണിക്കർ നായർ, കുഞ്ഞപ്പി എന്നത് പുലയൻ, ബാഹുലയൻ എന്നത് ഈഴവ. അത് 3ഉം കൃത്യമായിട്ട് ആ കാസ്റ്റ് ഉൾപ്പെടെ കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കണം. ശ്രീനാരായണ ഗുരുവിന്റെ വൈക്കത്തുള്ള വെല്ലൂർ മഠം സത്യാഗ്രഹ ആശ്രമമായി ഉപയോഗിച്ചു. അതും പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് എവിടമാണ് സത്യാഗ്രഹ ആശ്രമമായിട്ട് ഉപയോഗിച്ചത്? വൈക്കത്തുള്ള വെല്ലൂർ മഠം. ഇനി സത്യാഗ്രഹ ചെലവിലേക്ക് ഗുരു എത്ര രൂപ സംഭാവന ചെയ്തു? 1000 രൂപ സംഭാവന ചെയ്തു. ഇതൊക്കെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഗാന്ധിജിയുടെ ഉപദേശപ്രകാരം സത്യാഗ്രഹം ഏപ്രിൽ 1 താൽക്കാലികമായി നിർത്തിവെച്ചു. ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. ഗാന്ധിജിയുടെ ഉപദേശപ്രകാരം വൈക്കം സത്യാഗ്രഹം നിർത്തിവെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസ് എന്ന് വേണം പറയണം. ഏത് ദിവസമാണ്? ഏപ്രിൽ 1 സവർണ ഹിന്ദുക്കളുമായി നടത്തിയ സന്ധി സംഭാഷണം വിജയിച്ചില്ല. ഏപ്രിൽ 7 സമരം പുനരാരംഭിച്ചു. അപ്പൊ 1 വീക്കിലേക്ക് റെസ്റ്റ് കൊടുത്തു. ഏപ്രിൽ 1 മുതൽ ഏപ്രിൽ 7 വരെ ആയിരുന്നു റെസ്റ്റ്. ഏപ്രിൽ 7 വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. ഒരു പുലയ യുവാവോടൊപ്പം ടി കെ മാധവനും കെ പി കേശവമേനോനും നിയമം ലംഘിച്ച് അറസ്റ്റ് വരിച്ചു. അപ്പൊ ആദ്യം അറസ്റ്റ് വരിച്ചു. ടി കെ മാധവൻ അറസ്റ്റ് വരിച്ചോ? എസ്. കെ പി കേശവമേനോന് അറസ്റ്റ് വരിച്ചു. ആരോടൊപ്പം? പുലയ യുവാവിനോടൊപ്പം. ഇനി അവർ 6 മാസത്തെ തടവിന് ശിക്ഷിക്കപ്പെട്ടു. അപ്പൊ ഇവര് അറസ്റ്റ് ചെയ്തവർ എത്ര മാസത്തെ തടവിന്? 6 മാസത്തെ തടവിന് ശിക്ഷിക്കപ്പെട്ടു. കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ നേതാക്കന്മാർക്കെല്ലാം അറസ്റ്റ് വരിച്ച് തടവറയ്ക്കുള്ളിലായി. കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ നേതാക്കന്മാരെല്ലാം അറസ്റ്റ് വരിച്ച് തടവറയ്ക്കുള്ളിലായി. ഓക്കെ, അതും കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെക്കുക. ഇനിയും ജോർജ് ജോസഫ്, പി എം സെബാസ്റ്റ്യൻ, അബ്ദുൾ റഹിമാൻ എന്നിങ്ങനെ ഏതാനും അഹിന്ദുക്കളും സത്യാഗ്രഹം അനുഷ്ഠിച്ചു. അപ്പം സത്യാഗ്രഹം അനുഷ്ഠിച്ച അഹിന്ദുക്കളുടെ പേരും കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെക്കണം. ജോർജ് ജോസഫ്. ഈ പ്രിലിംസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 10 മാർക്ക് ഹിസ്റ്ററിക്ക് നമുക്ക് വരുന്നുണ്ട്. സോ അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ജോർജ് ജോസഫ്, പി എം സെബാസ്റ്റ്യൻ, അബ്ദുൾ റഹ്മാൻ എന്നിങ്ങനെ ഏതാനും അഹിന്ദുക്കളും സത്യാഗ്രഹം അനുഷ്ഠിച്ചു. ജോർജ് ജോസഫ്, പി എം സെബാസ്റ്റ്യൻ, അബ്ദുൾ റഹ്മാൻ. ജോർജ് ജോസഫ്, പി എം സെബാസ്റ്റ്യൻ, അബ്ദുൾ റഹ്മാൻ. തമിഴ്നാട്ടിൽ നിന്ന് ഇ വി രാമസ്വാമി നായ്ക്കർ ഒരു സംഘം സന്നദ്ധ ഭടന്മാരോടൊപ്പം വന്ന് സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത് അറസ്റ്റ് വരിച്ചു. അദ്ദേഹം വൈക്കം വീരർ എന്നറിയപ്പെട്ടു. തമിഴ്നാട്ടിൽ നിന്ന് ഇ വി രാമസ്വാമി നായ്ക്കർ ഒരു സംഘം സന്നദ്ധ ഭടന്മാരോടൊപ്പം വന്ന് സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത് അറസ്റ്റ് വരിച്ചു. അദ്ദേഹം വൈക്കം വീരർ എന്നറിയപ്പെട്ടു. ഓക്കെ, ഇ വി രാമസ്വാമി നായ്ക്കർ ഒരു സംഘം സന്നദ്ധ ഭടന്മാരോടൊപ്പം വന്ന് സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത് അറസ്റ്റ് വരിച്ചു. അപ്പൊ ഇ വി രാമസ്വാമി നായ്ക്കർ അറസ്റ്റ് വരിച്ചോ എന്ന് ചോദിച്ചിട്ടുണ്ട്. എസ്. തമിഴ്നാട്ടിൽ നിന്നിട്ടാണ് അദ്ദേഹം വന്ന് സന്നദ്ധ ഭടന്മാരോടൊപ്പം. വൈക്കം വീരർ എന്ന് അദ്ദേഹം അറിയപ്പെടുന്നു. പഞ്ചാബിൽ നിന്ന് എത്തിയത് ആരെന്ന് ചോദിച്ചിട്ടുണ്ട്. അകാലികളാണ്. സത്യാഗ്രഹ ആശ്രമത്തിൽ സൗജന്യ ഭക്ഷണശാല തുടർന്നത് അകാലികളാണ്.
അറസ്റ്റും മർദ്ദനവും ജയിൽവാസവുമായി സത്യാഗ്രഹം നീണ്ടുപോയി. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം ആചാര്യ വിനോബ ഭാവെ നിരീക്ഷകൻ എന്ന നിലയിൽ വൈക്കം സന്ദർശിച്ചു. അപ്പം ഗാന്ധിജിയുടെ ഉപദേശപ്രകാരം വന്ന ദേശീയ നേതാവ് ആചാര്യ വിനോബ ഭാവെ 24 സെപ്റ്റംബറിൽ ശ്രീനാരായണ ഗുരു സത്യാഗ്രഹ ആശ്രമം സന്ദർശിച്ചു. ശ്രീനാരായണ ഗുരു വൈക്കം സത്യാഗ്രഹ ആശ്രമം സന്ദർശിച്ചത് 24 സെപ്റ്റംബറിലാണ്. 24 സെപ്റ്റംബറിലാണ്. അപ്പം അവിടുത്തെ ആ ഹിന്ദുക്കൾ ആരാണ്? ഇ വി രാമസ്വാമി നായ്ക്കർ അറസ്റ്റ് വരിച്ചിട്ടുണ്ടോ? ഇനിയും ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം ആരാണ് വന്നത്? ആരാണ് സൗജന്യ ഭക്ഷണശാല തുറന്നത്? ഇതെല്ലാം കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെക്കുക. ഇനി ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് സവർണ ജാഥകൾ സംഘടിപ്പിക്കപ്പെട്ടു. അപ്പൊ സവർണ ജാഥ സംഘടിപ്പിക്കാൻ കാരണം ആരുടെ നിർദ്ദേശപ്രകാരം? ഗാന്ധിജിയുടേതാണ്. വൈക്കത്തു നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള കാൽനട ജാഥയ്ക്ക് മന്നത്തു പത്മനാഭനും നാഗർകോവിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള ജാഥയ്ക്ക് ഡോക്ടർ എം.ഇ. നായിഡുവും നേതൃത്വം നൽകി. അപ്പൊ വൈക്കത്തു നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള കാൽനട ജാഥയ്ക്ക് മന്നത്തു പത്മനാഭനും നാഗർകോവിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള ജാഥയ്ക്ക് ഡോക്ടർ എം.ഇ. നായിഡുവും നേതൃത്വം നൽകി. ആയിരക്കണക്കിന് ആളുകൾ തിരുവനന്തപുരത്ത് ജാഥയെ സ്വീകരിച്ചു. തുടർന്ന് ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ളയുടെ നേതൃത്വത്തിൽ ഒരു നിവേദക സംഘം പൂജപ്പുര സെതൽ മൗണ്ട് കൊട്ടാരത്തിലെത്തി 23,000 സവർണ ഹിന്ദുക്കൾ ഒപ്പിട്ട ഭീമ ഹർജി റീജന്റ് മഹാറാണി സേതുലക്ഷ്മി ബായിക്ക് നൽകി. ഇതും ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം ആയിരുന്നു. ഒന്നുകൂടെ പറയാം. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് സവർണ ജാഥകൾ സംഘടിപ്പിക്കപ്പെട്ടു. എസ്. വൈക്കത്തു നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള കാൽനട ജാഥയ്ക്ക് മന്നത്തു പത്മനാഭനും നാഗർകോവിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള ജാഥയ്ക്ക് എം.ഇ. നായിഡുവും നേതൃത്വം നൽകി. ഇതെല്ലാം റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. ആയിരക്കണക്കിന് ആളുകൾ തിരുവനന്തപുരത്ത് ജാഥയെ സ്വീകരിച്ചു. തുടർന്ന് ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ളയുടെ നേതൃത്വത്തിൽ, ഇപ്പൊ ആരുടെ നേതൃത്വത്തിലാണ് നമ്മൾക്ക് ഒരു നിവേദനം കൊടുത്തത്? റാണിക്ക് നിവേദനം കൊടുത്തത് ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ളയുടെ നേതൃത്വത്തിലാണ്. എത്ര പേര്? 23,000. എത്ര ഒപ്പിട്ടു? സവർണ ഹിന്ദുക്കളാണ്. എത്ര? സവർണ ഹിന്ദുക്കൾ ഒപ്പിട്ടു. എവിടെ വെച്ചിട്ടാണ്? പൂജപ്പുര സെതൽ മൗണ്ട് കൊട്ടാരത്തിൽ. പൂജപ്പുര സെതൽ മൗണ്ട് കൊട്ടാരത്തിലെത്തി 23,000 സവർണ ഹിന്ദുക്കൾ ഒപ്പിട്ട ഭീമ ഹർജി റീജന്റ് മഹാറാണി സേതുലക്ഷ്മി ബായിക്ക് നൽകി. ഇതും ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം ആയിരുന്നു. തുടർന്ന് ചങ്ങനാശ്ശേരി പരമേശ്വര പിള്ളയുടെ നേതൃത്വത്തിൽ ഒരു നിവേദക സംഘം പൂജപ്പുര സെതൽ മൗണ്ട് കൊട്ടാരത്തിൽ എത്തി 23,000 സവർണ ഹിന്ദുക്കൾ ഒപ്പിട്ട ഭീമ ഹർജി റീജന്റ് മഹാറാണി സേതുലക്ഷ്മി ബായിക്ക് നൽകി. ഇതും ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം ആയിരുന്നു. വൈക്കം ക്ഷേത്ര റോഡും മറ്റു റോഡുകളും ജാതിമത ഭേദമന്യേ സഞ്ചാരയോഗ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വൈക്കം ക്ഷേത്ര റോഡും, ഞാൻ വളരെ സ്ലോയിലാണ് വായിക്കുന്നത്, കാരണം സ്പീഡിൽ വായിച്ചാൽ നിങ്ങൾക്ക് ഇട്ടിട്ട് പോവാൻ തോന്നും. അതുകൊണ്ടാണ് ഞാൻ സ്ലോയിൽ വായിക്കുന്നത്. നിങ്ങളും ഒന്നുകിൽ നിങ്ങൾ നന്നായിട്ട് മൈൻഡ് കാമാക്കിയിട്ട് കേൾക്കുക, അതേ ഒക്കത്തുള്ളൂ കേട്ടോ. വൈക്കം ക്ഷേത്ര റോഡും മറ്റു റോഡുകളും ജാതി മതഭേദമന്യേ സഞ്ചാര യോഗ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട് 1925 ഫെബ്രുവരിയിൽ N. കുമാരൻ തിരുവിതാംകൂർ നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ചെങ്കിലും പ്രമേയം 21 എതിരെ 22 വോട്ടിന് പരാജയപ്പെട്ടു. അപ്പം ഇവിടെ നമുക്ക് ആ ചോദ്യമാണ് വന്നിരിക്കുന്നത്. വൈക്കം ക്ഷേത്ര റോഡും മറ്റു റോഡുകളും ജാതിമത ഭേദമന്യേ സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് 25 ഫെബ്രുവരിയിൽ ആര് പ്രമേയം അവതരിപ്പിച്ചു? N. കുമാരൻ പ്രമേയം അവതരിപ്പിച്ചു. N. കുമാരൻ ഏതിനാണ്? 25 ഫെബ്രുവരിയിൽ. ഇപ്പൊ 24 ഫെബ്രുവരിയിൽ ഇവരുടെ ഒരു സമിതിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. 25 ഫെബ്രുവരിയിൽ കുമാരൻ തിരുവിതാംകൂർ നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ചെങ്കിലും 21 22 വോട്ടിന് പരാജയപ്പെട്ടു. 22 വോട്ടിന് പരാജയപ്പെട്ടു. 25 മാർച്ചിൽ ഗാന്ധിജി രണ്ടാം കേരള സന്ദർശനത്തിനെത്തി. ഇപ്പൊ രണ്ടാമത്തെ കേരള സന്ദർശനത്തിന് ഗാന്ധിജി എത്തിയത് 25 മാർച്ചിലാണ്. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ആരൊക്കെ ഉണ്ടായിരുന്നു? സി രാജഗോപാലാചാരിയും മഹാദേവ് ദേശായിയും ഒപ്പം ഉണ്ടായിരുന്നു. വിനോബ ഭാവെ എന്നൊന്നും എഴുതി വെക്കരുത്. സി രാജഗോപാലാചാരിയും മഹാദേവ് ദേശായിയും ആണ്. ഇനി കൊച്ചിയിൽ നിന്ന് ബോട്ടിൽ വൈക്കത്തെത്തിയ അദ്ദേഹം സന്നദ്ധ ഭടന്മാരുടെ പ്രഭാത ഭജനയിൽ പങ്കെടുത്തു. ഇതൊക്കെ നമ്മളോട് എസ് ഓർ നോ എന്ന് മാത്രമേ ചോദിക്കത്തുള്ളൂ. നമ്മൾക്ക് കണ്ടന്റ് അറിഞ്ഞിരുന്നാൽ മതി. മനസ്സിലായോ? അതായത് കാണാതെ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് കാര്യം അറിയണം.
കൊച്ചിയിൽ നിന്ന് ബോട്ടിൽ വൈക്കത്തെത്തിയ അദ്ദേഹം സന്നദ്ധ ഭടന്മാരുടെ പ്രഭാത ഭജനയിൽ പങ്കെടുത്തു. യാഥാസ്ഥിതികരുടെ നേതാവായ ഇണ്ടൻതുരുത്തി നമ്പ്യാതിരിയുമായി ഗാന്ധിജി സംസാരിച്ചിരുന്നുവെങ്കിലും ഒത്തുതീർപ്പിന് ഗാന്ധിജി മുന്നോട്ട് വെച്ച വ്യവസ്ഥകൾ നമ്പ്യാതിരിക്ക് സ്വീകാര്യമായില്ല. പോലീസ് കമ്മീഷണർ പിറ്റുമായും ചർച്ച നടത്തി. ഏത് പോലീസ് കമ്മീഷണറുമായിട്ടാണ് ഗാന്ധിജി ചർച്ച നടത്തിയത്? പിറ്റുമായിട്ട്. ഇനി യാഥാസ്ഥിതികരുടെ നേതാവായിട്ടുള്ള ഏത് നമ്പ്യാതിരിയുമായിട്ടാണ് ഗാന്ധിജി സംസാരിച്ചത്? ഇണ്ടൻതുരുത്തി നമ്പ്യാതിരി. ഇതൊക്കെ റാങ്ക് മേക്കിംഗ് ആണ്. ഇണ്ടൻതുരുത്തി നമ്പ്യാതിരി. ഗാന്ധിജി മുന്നോട്ട് വെച്ച വ്യവസ്ഥകൾ നമ്പ്യാതിരിക്ക് സ്വീകാര്യമായില്ല. പോലീസ് കമ്മീഷണർ പിറ്റുമായും ചർച്ച നടത്തി. പൊതുയോഗത്തിൽ പ്രസംഗിച്ച ഗാന്ധിജി അടുത്ത ദിവസം വൈക്കം വിട്ടു. ഒന്നുകൂടെ പറയാം. ഗാന്ധിജി രണ്ടാമത്തെ കേരള സന്ദർശനം 25 മാർച്ചിൽ വന്നു. കൂടെ ഉണ്ടായിരുന്നു സി രാജഗോപാലാചാരിയും മഹാദേവ് ദേശായും. സി രാജഗോപാലാചാരിയും മഹാദേവ് ദേശായും കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹം കൊച്ചിയിൽ നിന്ന് ബോട്ടില് വൈക്കത്തെത്തി. അദ്ദേഹം സന്നദ്ധ ഭടന്മാരുടെ പ്രഭാത ഭജനയിൽ പങ്കെടുത്തു. യാഥാസ്ഥിതികരുടെ നേതാവായ ഇണ്ടൻതുരുത്തി നമ്പ്യാതിരിയുമായി ഗാന്ധിജി സംസാരിച്ചെങ്കിലും ഒത്തുതീർപ്പിന് ഗാന്ധിജി മുന്നോട്ട് വെച്ച വ്യവസ്ഥകൾ അംഗീകരിച്ചില്ല. പോലീസ് കമ്മീഷണർ പിറ്റുമായിട്ടും അദ്ദേഹം ചർച്ച നടത്തി. പൊതുയോഗത്തിൽ പ്രസംഗിച്ചു ഗാന്ധിജി. അടുത്ത ദിവസം വൈക്കം വിട്ടു. വർക്കല കൊട്ടാരത്തിലെത്തിയ മഹാത്മജി. പിന്നീട് എങ്ങോട്ട്? വർക്കല. അപ്പൊ ശ്രീനാരായണ ഗുരുവുമായിട്ടൊക്കെ സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോഴും ചോദിക്കത്തില്ലേ? വർക്കല കൊട്ടാരത്തിലെത്തിയ മഹാത്മജി തിരുവിതാംകൂർ റീജന്റ് റാണി സേതുലക്ഷ്മി ഭായിയുമായും തിരുവിതാംകൂർ ദിവാനുമായും ചർച്ച നടത്തി. ഇപ്പം സേതുലക്ഷ്മി ഭായിയുമായിട്ടും തിരുവിതാംകൂർ ദിവാനുമായിട്ടും ചർച്ച നടത്തി. ഇതിന്റെ ഫലമായി സത്യാഗ്രഹ സ്ഥലത്തെ പോലീസ് ഇടപെടൽ അവസാനിച്ചു. ഈ സന്ദർശന വേളയിലാണ് അദ്ദേഹം ശ്രീനാരായണ ഗുരുവിനെ കണ്ടത്. അതൊക്കെ കുഴപ്പമില്ല. 25 നവംബർ 23 വൈക്കം ക്ഷേത്രത്തിന്റെ കിഴക്കേ നട ഒഴികെയുള്ള നിരത്തുകൾ ജാതി മതഭേദമന്യേ എല്ലാവർക്കും തുറന്നു കൊടുക്കാൻ തിരുവിതാംകൂർ ഭരണകൂടം തീരുമാനിച്ചു. കിഴക്കേ റോഡ്, അതായത് 1925 നവംബർ 23 തിരുവിതാംകൂർ ഭരണകൂടം തീരുമാനിച്ചു. കിഴക്കേ റോഡിന്റെ ഇരുവശങ്ങളിലായി കുറെ ബ്രാഹ്മണ പുരോഹിതർ താമസിക്കുന്നു എന്നാണ് അതിന് പറഞ്ഞ ന്യായം. 20 മാസക്കാലം. എത്ര മാസക്കാലം എന്ന് ചോദിച്ചാൽ നമുക്ക് ആൻസർ ആയി 20 മാസക്കാലം. അല്ലെ അവിടെ എണ്ണേണ്ടി വരും. പോയി പഠിച്ചൊക്കെ 20 മാസക്കാലം അല്ലെങ്കിൽ 603 ദിവസം റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. നീണ്ടുനിന്ന സത്യാഗ്രഹം അങ്ങനെ പരിസമാപ്തമായി. തിരുവിതാംകൂറിലെ എല്ലാ ക്ഷേത്ര നിരത്തുകളും എല്ലാവർക്കുമായി തുറന്നു കൊടുത്തുകൊണ്ട് 28-ൽ റാണി വിളംബരം ഉണ്ടാക്കി. മൊത്തത്തിൽ തിരുവിതാംകൂറിലെ എല്ലാ ക്ഷേത്ര നിരത്തുകളും എല്ലാവർക്കുമായി തുറന്നു കൊടുത്തത് 28-ലാണ്. വൈക്കം സത്യാഗ്രഹം എൻഡ് ചെയ്തത് 1925 നവംബർ 23-നാണ്. കിഴക്കേ നടിക ഒഴികെയുള്ള എല്ലാ നിരത്തുകളും എന്ന് കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെക്കണം. 20 മാസക്കാലം ആണ്. അവിടെ കുറച്ച് പുരോഹിതരുള്ളത് കൊണ്ടാണ് കിഴക്കേ നടയുടെ ആ ഒരു ടൈം തുറന്നു കൊടുക്കാഞ്ഞത്. ഇനി വൈക്കം സത്യാഗ്രഹം നടന്നത് പ്രകൃതിയിലും സമൂഹത്തിലും ഒരുപോലെ മാറ്റത്തിന്റെ ശുദ്ധീകരണത്തിന്റെ പ്രളയകാലത്തായിരുന്നു എന്ന് ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. തിരുവിതാംകൂറിലെ ജനതയുടെ ചരിത്ര സ്മൃതിയിൽ ഇന്നും പച്ചയായി നിൽക്കുന്ന 99-ലെ വെള്ളപ്പൊക്കം വൈക്കം സത്യാഗ്രഹത്തിന്റെ തുടക്ക വർഷമായ 24-ലായിരുന്നു. അപ്പം ഇത് കൃത്യമായിട്ട് നമ്മൾ ഓർത്ത് വെച്ചേക്കണം. അതായത് നമ്മൾക്ക് ആ ചോദ്യവും വന്നിട്ടുണ്ട്. ഇവിടുത്തെ ആൻസർ എന്താണ്? വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട EV രാമസ്വാമി നായ്ക്കർ അറസ്റ്റിലായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ പോയിന്റ് നമുക്ക് കണ്ടതാണ്. അപ്പൊ നമുക്ക് ഓപ്ഷൻ ഇത് വെട്ടിക്കളയാം. 24-ലെ വെള്ളപ്പൊക്ക സമയത്തും വൈക്കം സത്യാഗ്രഹം തുടർന്നു. എസ്. നിയമസഭ 25 ഫെബ്രുവരി 7-ന് വോട്ട് ചെയ്തു. 22 പേരെ പിന്തുണച്ചു, 21 പേരെ നിരസിച്ചു. തിരുത്തിയാണ്. 21 പേരെ പിന്തുണച്ചു, 22 പേര് നിരസിച്ചു എന്നിട്ടാണ്. 21-ന് എതിരെ 22 പരാജയപ്പെട്ടു എന്നിട്ടാണ് വരുന്നത്. അതായത് നമ്പേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു വെച്ചാൽ മതി. അപ്പം കൃത്യമായിട്ടും ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കാം. സെക്രട്ടറി അസിസ്റ്റന്റ് ഫോളോ ചെയ്യുന്നവർ കൃത്യമായിട്ട് ഇപ്പൊ തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങുക. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ, അതായത് ശരിക്കും ക്ഷമയുള്ളവർക്കാണ് ഡിഗ്രി ലെവൽ എക്സാംസ് പറ്റുന്നത്. അത്രത്തോളം നിങ്ങൾ റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിലും അത്രയും ആഴത്തിലേക്ക് ഇറങ്ങി പഠിക്കാൻ തയ്യാറാണെങ്കിലും മാത്രമാണ് നിങ്ങൾ അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കാവൂ. അല്ലെങ്കിൽ തട്ടിക്കൂട്ട് പോലത്തെ പരിപാടി ഇവിടെ നടക്കത്തില്ല. ഡിഗ്രി ലെവൽ എക്സാംസിന് നടക്കത്തില്ല. നമ്മൾക്ക് ഡിഗ്രി ലെവൽസിന്റെ 50 ഏരിയാസ് ഓറിയന്റ് ചെയ്ത് നമ്മൾ PDF-ഉം ഇതുപോലത്തെ ക്ലാസ്സും അവൈലബിൾ ആയിരിക്കും. ജസ്റ്റ് 599 rupees ആണ്. 50 മാർക്സിന്റെ മാത്രം. കാര്യം പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമാണ് നമ്മൾ ഇതിനകത്ത് കൺസിഡർ ചെയ്യുന്നത്. മെയിൻസ് ഇവിടെ വരത്തില്ല. അപ്പൊ ഞാൻ പറയാം,
ഹിസ്റ്ററിയുടേത് പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ടുള്ള കണക്റ്റഡ് പോയിന്റ്സ്, ജോഗ്രഫിയുടേത് എക്കണോമിക്സ്, സിവിക്സ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ആർട്സ് ലിറ്ററേച്ചർ, കമ്പ്യൂട്ടർ, സയൻസ് ആൻഡ് ടെക്നോളജി. ഇത്രയും കാര്യങ്ങൾ 50 മാർക്കിന്റെ പോയിന്റ്സ് നമ്മൾ 599 റുപ്പീസിന് ടെലഗ്രാം വഴിയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന് ഞാൻ യൂട്യൂബ് വഴിയിട്ടായിരിക്കും ക്ലാസ് തരുന്നത്. അപ്പൊ PDF ഒക്കെ എഴുതാൻ പറ്റാത്ത സ്റ്റുഡൻസിനും ക്ലാസ്സസ് ഒക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റാത്തവർക്കും ഒക്കെ നിങ്ങൾക്ക് അതൊരു യൂസ് ചെയ്യാവുന്നതാണ്. ഈ പറഞ്ഞിരിക്കുന്ന 50 മാർക്സ് പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമായിരിക്കും നമ്മൾ അത് കണക്റ്റഡ് പോയിന്റ്സ് ചെയ്യുന്നത്. കാര്യം നല്ല ടൈപ്പ് കണ്ടന്റ്സ് ആണ്. ഇപ്പം തന്നെ നിങ്ങൾ കുഴപ്പി കാണുമല്ലോ. അപ്പൊ അത്ര അധികം കണ്ടന്റ്സ് നമുക്ക് എവിടെ പഠിച്ച് കയറാൻ പറ്റത്തില്ല. ബാക്കിയുള്ള സബ്ജക്റ്റുകൾ പഠിക്കുന്നത് പോലെ ഈ ഡിഗ്രി ലെവൽസിനകത്ത് GK പഠിച്ചു പോകാൻ പറ്റുന്ന തല നല്ല രീതിയിൽ നമുക്ക് ചൂടാവും. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിന്റെ കൂടെ നിങ്ങൾ മാത്സും ഇംഗ്ലീഷും ഒക്കെ സ്വന്തമായിട്ട് പഠിച്ചുകൂടെ പോകണം. എന്നാലും മാത്രമേ നമുക്ക് പ്രിലിംസ് പാസ്സാവാൻ പറ്റത്തുള്ളൂ. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മനസ്സിലായോ? അതായത് ഓവർലോഡ് നമുക്ക് GK എവിടെ എടുക്കാൻ പറ്റത്തില്ല. പ്രിലിംസ് പരീക്ഷ ബന്ധപ്പെട്ട് പറ്റത്തില്ല. കുറെ അധികം നമ്മൾ കുത്തിയിരുന്ന് പഠിച്ചെന്നും പറഞ്ഞിട്ടും കാര്യമില്ല. പക്ഷെ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് ആ ഇതുവരെയുള്ള ചോദ്യങ്ങളും അതിന്റെ കണക്റ്റഡ് പോയിന്റ്സും എല്ലാം നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു പോകണം. അപ്പൊ പ്രിലിംസുമായി ബന്ധപ്പെട്ട് 2021 മുതൽ ഏകദേശം ഒരു 8 9 പ്രിലിംസ് പരീക്ഷയാണ് ടോട്ടലി PSC നടത്തിയിരിക്കുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഈ 50 മാർക്കിന്റെ നമ്മൾ കണക്റ്റഡ് ആയിട്ട് ചെയ്തു തരുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി. ഞാൻ കുറെ ആലോചിച്ചാണ് ഇത് എടുക്കണോ വേണ്ടയോ, കാര്യം തലവേദനയാണ്. 8078962109. പിന്നെ ഞാൻ വിചാരിച്ചു ആരെങ്കിലും രക്ഷപ്പെട്ടു പോകുന്നത്, നമ്മൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഒക്കെ 25+ പിള്ളേർക്കൊക്കെ നമ്മളുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ റാങ്ക് ലിസ്റ്റിനകത്തേക്ക് ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആരെങ്കിലും ഒക്കെ രക്ഷപ്പെട്ടു പൊക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വരുന്നത്. കാരണം പണ്ടത്തെ രീതിയിലുള്ള പ്രിപ്പറേഷൻസ് ഒരിക്കലും പറ്റത്തില്ല. കൃത്യമായിട്ട് NCERT ഫോക്കസ് ചെയ്ത് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് കയറാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ഡീപ്പ് ലെവൽ ഇതുപോലെയുള്ള ടൈറ്റ് കണ്ടന്റ്സിലേക്കായിരിക്കും ചോദ്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ അതുകൊണ്ട് ആ രീതിയിലുള്ള പ്രിപ്പറേഷൻ നിങ്ങൾ കൃത്യമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം. എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. ലവ് യു ഓൾ.